പണ്ടുകാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം നമ്മുടെ സംസ്കാരത്തിലുണ്ടായിരുന്നു. ഗുരുവിൻ്റെ വീട്ടിൽ ചെന്ന് ഗുരുവിനോടൊപ്പമായിരുന്നുകൊണ്ട് വിദ്യാഭ്യാസം പരിശീലിക്കുക. അങ്ങനെ ഗുരുവിൻ്റെ കൂടെയായിരുന്നു ഒരു ജീവിതം കണ്ട് പഠിക്കേണ്ട ഒരു മെത്തഡോളജിയാണത്. ഇപ്പോൾ നമ്മൾ ഒത്തിരി മാറി. ഇപ്പോൾ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആണ്, തിയറി ഓറിയൻറ്റഡ് ആണ്. എന്നാൽ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഗുരുകുല വിദ്യാഭ്യാസം. എന്നാൽ യേശുവിൻ്റെ ടീച്ചിങ് എന്തായിരുന്നു? യേശുവിൻ്റെ ടീച്ചിങ് ലൈഫ് ഓറിയൻറ്റഡ് ആയിരുന്നു, ഗോഡ് സെൻറ്റേർഡ് ആയിരുന്നു. അതാണ് യേശുവിൻ്റെ ടീച്ചിങ്ങിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ സ്വർഗത്തിലെ കാര്യങ്ങൾ യേശു ഭൂമിയിൽ പ്രാക്ടിക്കലി ചെയ്തിട്ട് ആ പ്രാക്ടിക്കലി ചെയ്ത കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കും. അതാണ് യേശുവിൻ്റെ ടീച്ചിങ്ങിൻ്റെ പ്രത്യേകത. സ്വർഗത്തിലെ വലിയ രഹസ്യങ്ങളുടെ കാര്യങ്ങൾ അവൻ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് അവതരിപ്പിക്കും, ചെയ്ത് കാണിക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് പറയും. അപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് കാര്യങ്ങളെത്തും. അതായിരുന്നു യേശുവിൻ്റെ ടീച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരു ടീച്ചിങ് മെത്തഡോളജി യേശു എടുത്തത് കൊണ്ട് തന്നെ 3 വർഷം കൊണ്ട് ആർക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ബോധ്യപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങൾ യേശുവിന് ചെയ്യാൻ പറ്റി. അതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. യേശു പറഞ്ഞില്ല, ചെയ്തു എന്ന് മാത്രമല്ല, അത് ജീവിച്ച് കാണിച്ചു. ഇങ്ങനെ വളരെ കണക്റ്റഡ് ആയിട്ടാണ് യേശുവിൻ്റെ ടീച്ചിങ് പോകുന്നത്. ഇത് ഗോസ്പലിൽ നമ്മളതാണ് കാണുന്നത്. യേശുവിന് പറഞ്ഞു കൊടുക്കേണ്ടത് ദാസൻ്റെയും യജമാൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. പക്ഷേ ആ റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോൾ യേശു ആദ്യം ചെയ്ത് അവിടെ കാല് കഴുകിയെന്നാണ് ഗോസ്പലിൽ പറയുന്നത്. എന്ന് വെച്ചാൽ എളിമയുടെ പാഠം അവൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ ആദ്യം എളിമപ്പെട്ടു, എന്നിട്ട് അവരെ എളിമയുടെ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഹൃദയത്തിലേക്ക് കാര്യം എത്തി. ഡയറക്റ്റാണ് ടീച്ചിങ്, പ്രാക്ടിക്കലാണ്, ഗോഡ് സെൻറ്റേർഡാണ്, സ്വർഗത്തിൻ്റെ സ്വപ്നങ്ങളാണ്. ഇങ്ങനെ വളരെ കണക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, ഒട്ടും മനസ്സിലാകാത്ത കാര്യങ്ങൾ യേശു അവരുടെ ജീവിതത്തെ തൊട്ട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഒരു വീടിനകത്തൊക്കെ മക്കളോട് മാതാപിതാക്കൾ പറയുന്ന കാര്യം മനസ്സിലാകുന്നില്ല എന്നും, ഒരു ക്ലാസ് മുറിയിൽ എത്ര തന്നെ പറഞ്ഞിട്ടും കുട്ടികൾ അത് തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പരാതികൾ പറയുന്നിടത്ത് നമ്മൾ ഓർക്കണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളവർക്ക് മനസ്സിലാകാതെ പോകുന്നത് നമ്മൾ അവരുടെ ഹൃദയത്തിൽ തൊടാത്തതുകൊണ്ടാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ ചെവിയിൽ പോലും എത്താത്തതുകൊണ്ടാണ്. ജീവിതത്തെ തൊട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും ജീവിതം മാറി മറിയും. നിങ്ങളുടെ വാക്കുകൾക്കും ജീവിതത്തിനും വിലയുണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.